പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ ഐതിഹാസികമായ 100-ാം വാർഷിക മഹാസമ്മേളനത്തിന് ഞാൻ സംസാരിക്കുന്ന ഈ ദിവസത്തൊട്ട് ഇനി 11-ാം നാൾ ഈ മഹത്തായ സമ്മേളനം നടക്കുകയാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് കുനിയയിൽ നിന്നാണ്. കുനിയയിൽ നമ്മൾ സുപ്രഭാതം ഇന്ന് മുതൽ ഇവിടുത്തെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുത്ത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്ന പരമ്പരകൾ, സീരീസുകൾ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സുപ്രഭാതത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഈ ആദ്യത്തെ എപ്പിസോഡിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹൈമ എന്ന് പറയുന്ന ഒരു മത്സരം സമസ്ത സമ്മേളന പ്രചാരണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിരുന്നു. അതിൽ പങ്കെടുക്കേണ്ടത് അറബി കോളേജുകൾ, പള്ളി ദർസുകൾ, സ്ഥാപനങ്ങൾ, SKSF, അതോടൊപ്പം സമസ്തയുടെ പോഷക സംഘടനകൾ, ഇവരൊക്കെ അവരുടെ പ്രദേശങ്ങളിൽ, അവരുടെ സ്ഥാപനത്തിൽ, മഹല്ലുകളിലൊക്കെ അവരുടെ ഈ സമസ്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു ടെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിൻ്റെ മാനദണ്ഡത്തിൽ വളരെ കൃത്യമായ ഇത്ര ഉയരം വേണം, ഇത്ര വിസ്തൃതി വേണം, ഇന്ന രീതിയിലൊക്കെ ആയിരിക്കണം അത് ഒരുക്കേണ്ടത്, അഥവാ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിരിക്കണം. എന്ന് വെച്ചാൽ പുതിയ കാലത്തെ ഫ്ലക്സും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ളതാവരുത്. നേരെ മറിച്ച് ഒരു പഴമയിലേക്ക്, പൈതൃകത്തിലേക്ക് നമ്മൾ കടന്ന് ചെല്ലുന്ന രീതിയിലാണ് അത്തരം കാര്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കുനിയയിലെ ഹിലർ ജുമാ മസ്ജിദിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ ഇവിടുത്തെ പള്ളി ദർസിലുള്ള വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കിയിട്ടുള്ളൊരു ഹൈമ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനകത്ത് അതിന് മുൻപിലാണ്. എൻ്റെ കൂടെ ദർസിലെ കുട്ടികളുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരും പിറകോട്ട് പോകുന്നു? ഏത് കോളേജിൻ്റെ പേരെന്താ? ദർസിൻ്റെ പേരെന്താ? കുനിയ ഷംസുലുലമ മെമ്മോറിയൽ എഡ്യൂക്കേഷൻ സെൻ്ററാണ്. എത്ര കുട്ടികളുണ്ട് നിങ്ങൾ? ഇവിടെ 20 കുട്ടികൾ, ദർസിലും ഇഫ്ദിലും 20 കുട്ടികളുണ്ട്. 40 പേര്? 40 പേര് മൊത്തത്തിൽ. ഓക്കെ. നിങ്ങളുടെ നാട്ടിലാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരും കാസർഗോഡുകാരാണോ? എല്ലാവരും കാസർഗോഡുകാരാണ്. പുറത്തുനിന്നുള്ള ആരില്ല? പുറത്തുനിന്ന് ആരുമില്ല. അപ്പോൾ നിങ്ങളുടെ നാട്ടിലാണ് ഈ സംസ്ഥയുടെ സമ്മേളനം നടക്കുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ആവേശവും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആതിഥ്യം കൊടുക്കേണ്ട ആളുകളാണ് നിങ്ങളല്ലേ? അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് അതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? നമ്മൾ ഒന്നുമില്ലേ? ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഓരോരോ മത്സരങ്ങളും സമസ്തയെ പറ്റിയിട്ടുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയിലായിരിക്കും നിങ്ങളെല്ലാവരും ഉണ്ടാവും അല്ലേ? ഇല്ലേ? കുറേ ആളുകളൊക്കെ വരും, കുറേ ലക്ഷക്കണക്കിന് ആളുകൾ വരും. അപ്പോൾ കാണാൻ നിൽക്കുകയാണ് ആണല്ലേ? ഓക്കെ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ടെൻറ്റിനെ കുറിച്ചൊന്ന് നമുക്കൊന്ന് കയറി നോക്കാം. എന്താണ് നിങ്ങളുടെ ഹൈമ കുനിയ ദർസ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ പറയേണ്ട ഇതിൻ്റെ മാനദണ്ഡത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം പഴമ എന്ന് പറയുമ്പോൾ പുല്ല്, അത്തരം തുടങ്ങിയിട്ടുള്ള മരങ്ങൾ, അത്തരം സംഗതികളൊക്കെയാണ് ഇതിൽ ചേർക്കേണ്ടത് എന്നാണ് ആദ്യം പറയുന്നത്. പ്രത്യേകം പറയുന്നുണ്ട് അതിൻ്റെ പുറത്ത് ഒരു ബോർഡ് വെക്കണം, ഹൈമ അറ്റ് 100. അതിൽ സമസ്ത ഹൈമ അറ്റ് 100 എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. പിന്നെ സ്ഥാപനത്തിൻ്റെ പേര് രജിസ്റ്റർ ചെയ്യണമെന്നാണ്. നമ്മളിവിടേക്ക് കടന്നു വരുന്ന സമയത്ത് തന്നെ 2 കൈ വരി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ കൊടികൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന് പറയുന്ന മനോഹരമായ നമ്മുടെ എംബ്ലം ലോഗോ ചേർത്തിട്ടുണ്ട്. ഇവിടെ ഇതാ ഒരു ചിരട്ട, ഒരു മുള, ഇതിലൊക്കെ വഴി ഒരു കറണ്ട് പാസ് ചെയ്യുന്ന ഒരു ബൾബ് ഓർഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല തൂണ്. പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ പറയുമ്പോൾ പുല്ലാണോ ഇത്? പുല്ലാണ്. പുല്ല് വെച്ചിട്ടുണ്ട്. ഇതെന്താണ്? കവുങ്ങിൻ്റെ പാളയാണ് അല്ലേ? കവുങ്ങിൻ്റെ പാള ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുളവടികൾ ചേർത്തിട്ടുണ്ട്, കവുങ്ങ് ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ എൻ്റെ കൂടെ 1-2 ആളുകൾ വേണം. എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവണം. അപ്പം ഇവിടെ മണ്ണ് കൊണ്ടൊക്കെയാണ് ഇവരിത് സജ്ജീകരിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഇതിനകത്ത് നിങ്ങൾ ചെയ്ത്? എന്തൊക്കെ മെറ്റീരിയൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്? ആരാ ഇതിൻ്റെ ക്രിയേറ്റർ? ആരാണ്? ഒരു ലീഡർ ആരാ? ഓക്കെ, സവാദ് പറ. എന്തൊക്കെയാണ് ഇതിൽ, എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട്? ഇതിൽ ചാക്ക്, ചണച്ചാക്ക്, പിന്നെ മണ്ണ് കൊണ്ടാണ് ഇതിനെ ഫുള്ളും പരത്തിയത് ഇങ്ങനെ. പിന്നെ പുൽപ്പായ, പിന്നെ ചൂടിക്കയറാണ്ടാണ് ഇതിൻ്റെ ഫുള്ളും തൂണുകളൊക്കെ ചുരുട്ടിയത്. പിന്നെ ബൾബ് പഴയ കാലത്തുള്ളൊരു ലൈറ്റാണ്, ബൾബാണ്. അതിൻ്റെ ആ ചൂടുള്ള ആ ബൾബാണ്. പിന്നെ ഒരു മണ്ണ് കൊണ്ടുള്ള ഒരു മൺകൂജ ഇവിടെ കാണുന്നുണ്ട്. മൺകൂജയും നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ നമ്മുടെ ഗ്ലാസ്സിന് പകരം ഈ ഒരു പഴയ എന്താ പറയുക, ബാമ്പു അല്ലേ? ബാമ്പു ഉണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്ന ഒരു മൺതറ, ഇത് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നല്ലൊരു അടിപൊളി ഇരിപ്പിടമാണ്, നല്ല പുൽപ്പായ വെച്ചൊരു ഇരിപ്പിടം. അവിടെ നന്നായിട്ട് ഈ പത്രമോ അല്ലെ പുസ്തകമൊക്കെ നമുക്കിവിടെ
ചാരിയിരുന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ. ഇത് മണ്ണ് കൊണ്ടാണ് ഇത് ചാക്കിൽ മണ്ണ് തേച്ചായിരിക്കും അല്ലേ? ചാക്കിൽ മണ്ണ് തേച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഇതിനകത്തേക്ക് നമ്മൾ വരുമ്പം ഇതിൻ്റെ വിശാലമായിട്ടുള്ളൊരു ലൈബ്രറി തന്നെ ഇവരിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളിവിടെ വരുമ്പോൾ ചെറുശ്ശേരി സെൻറ്റ് മുസ്ലിയാരുടെ സുപ്രഭാതം പ്രസിദ്ധീകരിച്ച അനുസ്മരണ പങ്ക്തി ഇവിടെയുണ്ട്. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ആറ്റപ്പൂ എന്ന് പറയുന്ന പങ്ക്തി ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ സമസ്ത 90-ാം വാർഷിക സ്മാരക ഗ്രന്ഥമുണ്ട്. അതോടൊപ്പം തന്നെ CKK മാണിയൂർ ഷംസുൽ-ഉലമയുമായി ബന്ധപ്പെട്ട ഷംസുൽ-ഉലമയുടെ കൂടെ എന്ന് പറയുന്ന CKK മാണിയൂർ രചിച്ച പുസ്തകം ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി അങ്ങനെ ഒട്ടനവധി സുന്നത്ത് ജമാഅത്തും നമ്മുടെ സംസ്ഥയും സംഘടനയും സംവിധാനങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന നിരവധിയായിട്ടുള്ള പുസ്തകങ്ങൾ, ലൈബ്രറികൾ വിശാലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതും ഇവർ ചെയ്തിട്ടുള്ളതും ഒരു നല്ല ഒരു ക്രിയേറ്റിവിറ്റിയോട് കൂടിയിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ പിന്നെ ഇതൊരു ലൈബ്രറിയാണ്. സംസ്ഥയുടെ പഴയ കാലത്തെ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട പത്രങ്ങളൊക്കെ ഉണ്ട്. ചെറുശ്ശേരി ഉത്തരദേശം എന്നൊക്കെ പറയുന്നത് എന്താണ്? ദിനപത്രം കാസർഗോഡ്, അതും ഉത്തരദേശം എന്ന് പറയുന്ന പത്രത്തിൽ വന്ന ആയിരിക്കണം, ഒരു സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമസ്തയുടെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ, സുന്നി അഫ്കാർ, സന്തുഷ്ട കുടുംബം, സത്യധാര, അതോടൊപ്പം തന്നെ സത്യധാരയെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഇവരുടെ തന്നെ കുറിപ്പുണ്ട്. അതോടൊപ്പം തന്നെ അൽമുനീർ, CM അബ്ദുള്ള മൗലവി, അങ്ങനെ തുടങ്ങി SKSFുമായിട്ട് ബന്ധപ്പെട്ട 35-ാം വാർഷിക സുവനീർ, ഉമർ അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മ പുസ്തകം, സത്യസരണിയുടെ ചരിത്ര സാക്ഷ്യം സമസ്ത 85-ാം വാർഷികോപഹാരം, കോട്ടുമല ബാപ്പ മുസ്ലിയാർ, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ തെറ്റിദ്ധരിക്കപ്പെട്ട തൗഹീദ് പുസ്തകം, അങ്ങനെ തുടങ്ങി എല്ലാ അർത്ഥത്തിലും ഇവരിതിൻ്റെ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെന്റിലേഷൻ അല്ലെങ്കിൽ ഒരു ജനൽ തൊട്ടുപുറം നമ്മുടെ കുനിയയിലെ നാഷണൽ ഹൈവേ കടന്നു പോകുന്നുണ്ട്. അപ്പം വായു സഞ്ചാരം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ലൈറ്റിംഗ് ഒക്കെ നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു ചിരട്ടയിൽ മുള വഴി, അതോടൊപ്പം തന്നെ പഴയ കാലത്തെ ഒരു ലൈറ്റാണ് ഈ കാണുന്നത്. അങ്ങനെ എല്ലാ സംവിധാനവും ഇവരിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. സുപ്രഭാതം പത്രമുണ്ട്. നമുക്കിങ്ങനെ ഇവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് സുപ്രഭാതം പത്രം വായിക്കാം. അപ്പം ആ തരത്തിലെല്ലാം ഇവരിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹൈമയിൽ പറയുന്നത് ഒന്നാം സമ്മാനം 50,000 രൂപയും, രണ്ടാം സമ്മാനം 25,000 രൂപയും, മൂന്നാം സമ്മാനം 10,000 രൂപയുമാണ് ഇതിൻ്റെ 1, 2, 3 സ്ഥാനങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ നമ്മൾ നൽകി വരുന്നത്. ഏതായിരുന്നാലും കുണിയയിലെത്തുമ്പോൾ കുണിയയിലുള്ള ആളുകൾക്ക് ആതിഥ്യം അരുളുന്ന, അല്ലെങ്കിൽ ആളുകൾ ഇവിടെ വരുമ്പം കുണിയക്കാർ ആദ്യം ഇതിനെ സ്വീകരിക്കണമെന്നാണ്. ആ അർത്ഥത്തിൽ ഇവർ എല്ലാ ഒരുക്കങ്ങളും ഇവിടുത്തെ കുട്ടികൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും എനിക്കിവിടെ വന്ന് കണ്ടപ്പം ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്തും ചെറിയൊരു ചൂട് വരുന്നൊരു സമയമാണ്. പക്ഷേ ഇവരുടെ ഈ ഒരു സംവിധാനങ്ങൾ കൊണ്ടൊക്കെ അത് നല്ല തണുപ്പ് നമുക്കിതിനകത്തുനിന്ന് അനുഭവപ്പെടുന്നു. ഏതായിരുന്നാലും സമ്മേളനത്തിന് വരുന്ന ആളുകൾക്കൊക്കെ സന്ദർശിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ ഇതിനെ സജ്ജീകരിച്ചിരിക്കുന്നു. അതും പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെ അവർ അതിനെ സജ്ജീകരിച്ചിരിക്കുന്നു എന്നതും നല്ല ഒരു കാര്യമാണ്. ഏതായിരുന്നാലും ഈ കുട്ടികളുടെ ഈ ഒരു ശ്രമത്തെ നമുക്ക് അഭിനന്ദിക്കാതെ തരമില്ല.